സ്വാഗതം ടോപ് 10ലേക്ക്. കെ സുധാകരൻ അങ്ങനെ അനുനയത്തിനു വഴങ്ങിയിരിക്കുന്നു. എല്ലാ ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ മറുപടിയിലൂടെ മാസാകുകയും ചെയ്തു. സ്വതന്ത്രനാകില്ല, എന്നും പാർട്ടിക്ക് വിധേയൻ, പാർട്ടി പറഞ്ഞാൽ മാത്രം മത്സര രംഗത്തേക്ക്. ഈ മറുപടി വലിയ ആശ്വാസമാകുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ഇവിടെ ഇളവനുവദിച്ചാൽ വരിവരിയായി നിൽക്കുന്ന എംപിമാരെയൊക്കെ അനുനയിപ്പിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് ഹൈക്കമാൻഡിനുണ്ട്. ഇടഞ്ഞാൽ ചിലപ്പോൾ ഒക്കില്ല എന്ന ബോധ്യം സുധാകരനുമുണ്ട്. 10 വർഷങ്ങൾക്കിപ്പുറം കൈവരേണ്ട അവസരം തമ്മിത്തല്ലി തീർക്കാതെ കാക്കാമെന്ന വൈകി വന്ന ചിന്തയെ കൈയടിച്ച് വരവേൽക്കുകയാണ് അണികൾ. അന്തിമ പട്ടിക പ്രഖ്യാപന ശേഷമെങ്കിലും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഒതുങ്ങും. ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങി കെ സുധാകരൻ. പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കില്ലെന്നും എന്നും പാർട്ടിക്ക് വിധേയനെന്നും സുധാകരൻ. അനുനയിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയായേക്കും. പകരക്കാരനായി റിജിൽ മാക്കുറ്റിയെ നിർദ്ദേശിച്ച സുധാകരൻ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി 2 പ്രവൃത്തി ദിനം മാത്രം. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം അല്പസമയത്തിനകം. UDF പിന്തുണ അംഗീകരിച്ച ജി സുധാകരൻ. മുഖ്യമന്ത്രിയുടെ 3ാം ഊഴം എന്ന ശ്രമം വിഫലമാകുമെന്ന ഫേസ്ബുക്ക് കുറിപ്പ്. ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താനൂരിലെ ഇടത് സ്ഥാനാർത്ഥി മന്ത്രി വി അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റി. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു BJP. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിലും ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും മത്സരിക്കും. ബിഗ് ബോസ് താരം റോബിൻ കുണ്ടറയിൽ. RJD വിട്ടുവന്ന വി സുരേന്ദ്രൻപിള്ള തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിയായേക്കും. വോട്ടില്ലാത്തതിനാൽ ഏറ്റുമാനൂരിൽ വീണ നായരെ പിൻവലിച്ച് 2020. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പകരം കോൺഗ്രസ് മുൻ നേതാവ് ജിബി പാത്തിക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സാക്ഷിയായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയും. ആധുനിക ലോകത്ത് ഭാരതം രാമരാജദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന രാഷ്ട്രപതി. സനാതനധർമ്മത്തിന്റെ പുത്തൻ സൂര്യോദയമാണ് രാമക്ഷേത്രമെന്ന അമ്മ. സനാതനത്തിന്റെ ഒരു പുത്തൻ സൂര്യോദയത്തിന്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയുന്നത്. വേദിയിൽ അമ്മയുടെ വാക്കുകൾ ഉദ്ധരിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളത്തിലും ഗൾഫ് നാടുകളിലും നാളെ ചെറിയ പെരുന്നാൾ. പരപ്പനങ്ങാടിയിൽ മാസപ്പിറവി കണ്ടു. ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. ആശംസകൾ നേർന്ന ഗവർണറും മുഖ്യമന്ത്രി. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ 8 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി ഹൈക്കോടതി. ഝാർഖണ്ഡുകാരൻ രാം നാരായൺ ബഘേലിനെ തല്ലിക്കൊന്ന കേസിൽ പ്രതികൾ 3 ദിവസത്തിനകം കീഴടങ്ങണം. വിചാരണ കോടതിക്ക് രൂക്ഷ വിമർശനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്ന ഓഹരി വിപണി. സെൻസെക്സ് 2497 പോയിന്റും നിഫ്റ്റി 776 പോയിന്റും താഴ്ന്നു. 2 വർഷത്തിനിടയിലെ വലിയ തകർച്ച. ആഗോള വിപണികളിലും ഇടിവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിൽ. സ്വർണ്ണവിലയിലും വലിയ ഇടിവ്. കേരളത്തിൽ ഇന്ന് കുറഞ്ഞത് പവന് 5240 രൂപ. സഞ്ജു സാംസൺ പുതിയ തട്ടകമായ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ. ആരാധകരുടെ ഉജ്ജ്വല വരവേൽപ്പ്. ചെന്നൈയുടെ ആദ്യ മത്സരം മാർച്ച് 30 രാജസ്ഥാൻ റോയൽസിനെതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം. ജാമ്യം അനുവദിച്ചത് കൊല്ലം വിജിലൻസ് കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. കരുതലിന്റെ നല്ല മാതൃക.
രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥി, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. 37 പേരുടെ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ, ആറന്മുളയിൽ അബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽറ്റ, തർക്ക ഇടങ്ങളിലൊക്കെ സമവായമായി എന്നുള്ള തരത്തിൽ പേരുകൾ വരുന്നു. പ്രശ്നങ്ങൾ ഇനിയാണ് ഉടലെടുക്കാൻ പോകുന്നത്. പുതിയതായി വന്ന പട്ടികയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്, എല്ലാവരും കാത്തിരുന്നത് കണ്ണൂരിൽ തീരുമാനമായിരിക്കുന്നു. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല. കെ സുധാകരന് പകരം അവിടെ ടി.ഒ. മോഹനൻ, അത് മുൻ മേയറായിരുന്ന ടി.ഒ. മോഹനനാണ്. അതേസമയം കെ സുധാകരനാട്ടെ വഴങ്ങി പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിൽ ഒടുവിൽ തന്നെ അദ്ദേഹം വഴങ്ങി വന്നപ്പോഴും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴും ഏറ്റവും ഒടുവിൽ അത് മല്ലികാർജ്ജുൻ ഖാർഗെയോട് അദ്ദേഹത്തിന്റെ നോമിനിയായി റിജിൽ മാങ്കുട്ടിയുടെ പേര് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് മടങ്ങി വന്നത്. പക്ഷേ അവിടെ റിജിൽ മാങ്കുട്ടി ഇല്ല. ഹൈക്കമാൻഡ് നേരത്തെ നിശ്ചയിച്ചത് പേരാണ് ആ പേര് തന്നെയാണ്. അതായത് ടി.ഒ. മോഹനൻ തന്നെയാണ്. കണ്ണൂരിലെ മേയറായിരുന്ന ടി.ഒ. മോഹന്റെ പേര് തന്നെയാണ്. ഹൈക്കമാൻഡ് എന്താണ് സ്ഥിരീകരിച്ചത് അത് തന്നെയാണ്. അതായത് കെ സുധാകരന് സീറ്റ് ഇല്ലാതെ തന്നെ, പക്ഷെ അത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു. അദ്ദേഹം തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തെ പാർട്ടിക്ക് വഴങ്ങുന്നു, പാർട്ടി വെല്ലുവിളിക്കാൻ താനില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വിമത ശബ്ദം ഉയർത്തുന്നില്ല. അനുനയിച്ച് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കോന്നിയിൽ കണ്ണൂരിനൊപ്പം തന്നെ അടൂർ പ്രകാശ് വിമത ശബ്ദം ഉയർത്തിയെന്ന് പ്രതിഷേധിച്ചിരുന്ന കോന്നിയിൽ അടൂർ പ്രകാശില്ല, സതീഷ് കൊച്ചുപറമ്പിൽ, അതായത് അവിടുത്തെ ഡി.സി.സി അധ്യക്ഷനായ സതീഷ് കൊച്ചുപറമ്പിൽ, ആ പേര് തന്നെയാണ് ആദ്യം മുതലേ ഉണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ആ പട്ടികയിൽ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് പകരം മനോജ് മൂത്തേടൻ, നേരത്തെ കേട്ട പേര് തന്നെയാണ് മനോജ് മൂത്തേടൻ. അതായത് എവിടെയൊക്കെയാണോ ഹൈക്കമാൻഡ് പേര് നിശ്ചയിച്ചിരുന്നത് ആ പട്ടികയിൽ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ വിമത ശബ്ദങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടായിരുന്നത് പെരുമ്പാവൂരിലായിരുന്നു, ഒപ്പം തന്നെ കോന്നിയിലൊക്കെ ആയിരുന്നു. അവിടെ ഒന്നും തന്നെ, ആറന്മുളയിൽ അബിൻ വർക്കി തന്നെയാണ്, റാന്നിയിൽ പഴകുളം മധു തന്നെയാണ്, നേരത്തെ തീരുമാനിച്ച രമേശ് ചെന്നിത്തല നോമിനിയാണ്, ചെങ്ങന്നൂരിൽ എബിൻ കുര്യാക്കോസ് തന്നെയാണ്, കായംകുളത്ത് എം ലിജു തന്നെയാണ്. അവിടെ ഹരിതാബാബുവാണ്, എം ലിജു തന്നെ ആയിരിക്കുമോ എന്നുള്ള സാധ്യതാ പട്ടികയുണ്ടായിരുന്നു. ഒടുവിൽ ഹരിതാബാബുവിനോട് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു. അവിടെ ഇപ്പോൾ കായംകുളത്ത് എം ലിജു ആണ്. അമ്പലപ്പുഴയിലായിരുന്നു എം ലിജു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രരായി ജി സുധാകരൻ മത്സരിക്കുന്നതുകൊണ്ട് ആ സീറ്റിൽ നിന്ന് മാറി കായംകുളത്തേക്ക് എം ലിജുവിനെ തീരുമാനിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ എ.ഡി. തോമസ് ആണ്. പൂനാറിൽ സെബാസ്റ്റ്യൻ എം.ജെ. പൂനാറിൽ കടുത്ത മത്സരമാണ്. അവിടെ നമുക്കറിയാം പി.സി. ജോർജ് മത്സരിക്കുന്നുണ്ട്. അവിടെ പൂനാറിൽ മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബാബുവിന്റെ പേരാണ്, റോണി കെ ബേബിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷാണ്. അവിടെ ഏറ്റുമാനൂർ നമുക്കറിയാം മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലമാണ്. ഏറ്റുമാനൂർ കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത മണ്ഡലമാണ്. അവിടെ നാട്ടകം സുരേഷ്. അവിടെ ജോസഫ് വാഴക്കന്റെ പേരായിരുന്നു ഏറ്റവും ഒടുവിൽ. ജോസഫ് വാഴക്കൻ പ്രചാരണം വരെ തുടങ്ങിയതാണ്. ഒടുവിൽ നാട്ടകം സുരേഷിനാണ്. അവിടെ ഈ ഈഴവ കമ്മ്യൂണിറ്റിയൊക്കെ തന്നെ പരിഗണിച്ച് സമുദായ പരിഗണനയൊക്കെ നോക്കിയാണ് അവിടെ ജോസഫ് വാഴക്കനെ മാറ്റിയിട്ട് ഒടുവിൽ നാട്ടകം സുരേഷ് തന്നെ വന്നിരിക്കുന്നു. പീരുമേട് സിറിയക് തോമസ് ആണ്. ഇടുക്കിയിൽ റോയി കെ പൗലോസ്. ഇടുക്കിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നിന്ന് ഏറ്റെടുത്ത സീറ്റാണ് കോൺഗ്രസ്. അവിടെ റോയി കെ പൗലോസ് തന്നെ. ഉടുമ്പൻചോലയിലും സേനാപതി വേണു, ഉടുമ്പൻചോലയിലൊക്കെ തന്നെയും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ ദീപക് ജോയ് ആണ്. തൃപ്പൂണിത്തുറ കെ ബാബു മാറുമ്പോൾ കെ ബാബുവിന്റെ നോമിനിയായ ദീപക് ജോയ് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥി എന്ന് എടുത്തു പറയേണ്ടത്. കൊച്ചിയാണ് ഏറ്റവും അധികം മറ്റൊരു തലവേദനയായി. ഏറ്റവും അവസാനം വരെയും അവിടെ ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷിയാസ് ഡി.സി.സി പ്രസിഡന്റ്. ഏറ്റവും ഒടുവിൽ പിന്നെ ഉച്ചയോടുകൂടി തന്നെ നമുക്ക് സ്ഥിരീകരണം വന്നിരുന്നതാണ്. അവിടെ ദീപ്തി മേരി വർഗീസ് ഇല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് തന്നെ, ഡി.സി.സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് തന്നെയാണ് എന്ന് തീരുമാനിച്ചു. അതുപോലെ വൈപ്പിൻ ടോണി ചെമ്മിനി അതൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, അതാണ് ഏറ്റവും, അതായത് എൽദോസ് കുന്നപ്പള്ളിക്ക് ഈ സീറ്റ് മുഴുവൻ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തർക്കമുള്ളിടത്തൊന്നും തന്നെ ഒഴിച്ചിട്ടിട്ടില്ല. എല്ലാം പൂർണ്ണമായൊരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നേമത്ത് കെ ശബരിനാഥ്, അരുവിക്കര വി എസ് ശിവകുമാർ, ഈ സെൻട്രലിന് വേണ്ടി വാശി പിടിച്ചിരുന്ന വി എസ് ശിവകുമാർ അരുവിക്കര അദ്ദേഹം അവിടെ പ്രചാരണമൊക്കെ ആരംഭിച്ചതാണ്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനിലാണ്, മുൻ ഡി.സി.സി അധ്യക്ഷനായ നെയ്യാറ്റിൻകര സനിൽ. കാട്ടാക്കട എം.ആർ. ബൈജു ആണ്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചു. നെയ്യാറ്റിൻകരയിൽ എൻ ശക്തൻ, നിലവിലെ ഡി.സി.സി അധ്യക്ഷനായിരിക്കുന്ന എൻ ശക്തനാണ് നെയ്യാറ്റിൻകരയിൽ. വളരെ ശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദാണ്. കഴക്കൂട്ടം തന്നെയായിരുന്നു വലിയ രീതിയിൽ ഏറ്റവും ഒടുവിൽ വരെ തർക്കം ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അത് ശരത്ചന്ദ്ര തീരുമാനിച്ച പോലെ. വാമനപുരത്ത് സുധീഷ് പാലോടാണ്, അതായത് സുധീർ ഷാ പാലോട്. വാമനപുരത്ത് പാലോട് രവിയുടെ പേരൊക്കെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ അത് സുധീർ ഷാ പാലോടിന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നെടുമങ്ങാട് ബീനാങ്കൽ കുമാർ, അത് ആദ്യമേ ആ ലിസ്റ്റിലുണ്ടായിരുന്ന പേര് തന്നെയാണ്. വർക്കല കഹാർ, ഇതൊക്കെ തന്നെ ആദ്യമേ ഉണ്ടായിരുന്നതാണ്. ചടയമംഗലത്ത് എം.എം. നസീറാണ് മത്സരിക്കുന്നത്. ഈ ചടയമംഗലം ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് നാട്ടകം, ഉദുമ, ചടയമംഗലം, ഈ സീറ്റുകളിലൊക്കെ തർക്കം ഉണ്ടായതുകൊണ്ട് ഇത്
ഒഴിച്ചിട്ട് സീറ്റ് പട്ടിക വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ സീറ്റ് തർക്കമൊക്കെ മാറ്റി ചടയമംഗലത്ത് MM നസീർ, കാരണം ഇവിടെയൊക്കെ ഉദുമയിലൊക്കെ തന്നെ 4-5 പേരുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിടുമെന്നാണ് പട്ടിക ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പൂർണ്ണമായ രണ്ടാം ഘട്ട പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ തർക്കമുള്ളിടത്ത് അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൽ എൽദോസ് ഇല്ല. അത് നേരത്തെ ആരാണോ തീരുമാനിച്ചിരുന്നത് മനോജ് മൂത്തേടൻ തന്നെയാണ്. ഒപ്പം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് ഇല്ല. അവിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന DCC അധ്യക്ഷനായ സതീശൻ കൊച്ചുപറമ്പിൽ തന്നെയാണ്. എന്നാൽ കണ്ണൂരിൽ K സുധാകരൻ. അങ്ങനെയാണെങ്കിൽ സമ്മർദ്ദങ്ങളൊന്നും വില പോയില്ല. തങ്ങൾ ഉറപ്പിച്ച ആളുകളുടെ പേരുകൾ തന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയാണ്. ഇതിലൂടെ ഹൈക്കമാൻഡ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഹൈക്കമാൻഡ് എന്താണോ നിലപാടെടുത്ത് ആ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. അതായത് ഈ സമ്മർദ്ദങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അടിപ്പെടുകയാണെങ്കിൽ അത് മറ്റൊരു സന്ദേശമാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാവരും ഈ സമയം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് 2-3 ദിവസം മുഴുവനും ഹൈക്കമാൻഡ് അവിടെ ഡൽഹിയിൽ നേതാക്കളൊക്കെ തന്നെയും കേരളത്തിലെ നേതാക്കളൊക്കെ തന്നെയും അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ ഈ ചർച്ചകൾ ഈ വെളുക്കുവോളമാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ നടന്ന മാരത്തോൺ ചർച്ചകളൊക്കെ പുലർച്ചെ 2:30 വരെ നീണ്ടതാണ്. ഈ ചർച്ചകളൊക്കെ തന്നെ അവർ തീരുമാനിച്ചിരുന്നത് ഈ അനന്തമായി നീണ്ട് തർക്കങ്ങൾക്കൊക്കെ സമ്മർദ്ദങ്ങൾ വഴങ്ങുകയാണെങ്കിൽ ജയസാധ്യത ഇത്തവണ 2026 UDF-ന് അനുകൂലമാകുമെന്ന് UDF വിലയിരുത്തുന്ന ആ ജയസാധ്യതയാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല. എന്താണോ പാർട്ടി, അത് MP-മാരുടെ കാര്യത്തിലായിരുന്നാലും MP-മാർ ഇത്തവണ മത്സരിക്കേണ്ടതില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും വളരെ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് എടുത്ത നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് മുൾമുനയിൽ നിർത്തിയപ്പോഴും K സുധാകരന് വഴങ്ങാൻ ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും K സുധാകരനെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ രാവിലെ ഇന്ന് ഈ പകൽ മുഴുവനും കണ്ട കാഴ്ചയാണ്. അതിൽ AK ആന്റണി അടക്കമുള്ള നേതാക്കളാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചു. അതിന്റെ ഫലമായി തന്നെയാണ് K സുധാകരൻ അവസാനവട്ട ശ്രമവും നടത്തിയതിനു ശേഷം ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് K സുധാകരൻ താൻ പാർട്ടിയോട് മത്സരിക്കാനില്ല, പാർട്ടിയോട് താൻ വെല്ലുവിളിക്കില്ല എന്ന് പൂർണ്ണമായ ഉറപ്പ് നൽകി അനുനയ പാതയിലേക്ക് K സുധാകരൻ വന്നു. K സുധാകരൻ വന്നതോടുകൂടി തന്നെ ഹൈക്കമാൻഡിന് പൂർണ്ണമായൊരു ആത്മവിശ്വാസം വന്നു. ഇനി K സുധാകരൻ ഇടഞ്ഞില്ല എങ്കിൽ മറ്റാരും തന്നെ ഇനി ഒരു അപസ്വരമോ അല്ലെങ്കിൽ എതിർസ്വരമോ ഉയർത്തി വരാനുള്ള സാധ്യതയില്ല എന്ന്, അഥവാ എന്തെങ്കിലും രീതിയിലുള്ള എൽദോസ് കുന്നപ്പള്ളി പോലുള്ള പ്രാദേശിക വികാരം ഉയർത്തുകയാണെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുന്ന ഒരു മെസ്സേജ് ഒന്നും നൽകുകയില്ല. അത് K സുധാകരൻ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് കണ്ണൂരിനപ്പുറത്തേക്ക് കേരളം മുഴുവനും വ്യാപിക്കുകയുള്ളൂ എന്ന് ഹൈക്കമാൻഡ് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സുധാകരന്റെ സമ്മർദ്ദത്തിന് പോലും വഴങ്ങേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ അത് ബോധ്യപ്പെടുക. അദ്ദേഹം അനുനയത്തിന്റെ പാത സ്വീകരിച്ച് അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിക്കില്ല എന്ന് കൃത്യമായ നിലപാട് അവിടെ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത്. കണ്ണൂരിൽ വലിയൊരു അനുയായിവൃന്ദം അദ്ദേഹത്തെ വരവേൽക്കാനൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം അനുനയ പാത സ്വീകരിച്ചു. പാർട്ടിക്ക് വഴങ്ങി, പാർട്ടിക്ക് കീഴടങ്ങി വന്ന K സുധാകരന് പിന്നാലെ ഇനി ഒരു എതിർസ്വരമായി ഒരിക്കൽ പോലും അടൂർ പ്രകാശ് കോന്നിയിൽ ഉണ്ടാവുകയില്ല. അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ച് അദ്ദേഹത്തിന്റെ ഏറെക്കുറെ അദ്ദേഹത്തിന്റെ നോമിനി തന്നെ അടുത്ത DCC അധ്യക്ഷൻ അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ അവിടെയും കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. എൽദോസ് കുന്നപ്പള്ളി ഇനി പെരുമ്പാവൂരിൽ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളതാണ്. ഏറെക്കുറെ എൽദോസ് DCC അധ്യക്ഷ സ്ഥാനമൊക്കെ ആവശ്യപ്പെട്ട് രംഗത്തുണ്ടെങ്കിൽ അതൊരിക്കലും പാർട്ടി വഴങ്ങില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു പോരാട്ടം ഒന്നും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ കാസർഗോഡ് തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ തന്നെയാണ് പട്ടികയുള്ളത്. സന്ദീപ് വാര്യർക്കെതിരെ കാസർഗോഡ് DCC ഘടകമൊക്കെ എതിർസ്വരവുമായി ഉയർത്തിയതെങ്കിലും പിന്നീട് ഇന്ന് പകൽ കാണുന്നത് അവരൊക്കെ തന്നെ അനുനയത്തിന് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനും വഴങ്ങി എന്ന് തന്നെയാണ്. എല്ലായിടത്തും ഹൈക്കമാൻഡ് തീരുമാനത്തിനും വഴങ്ങിയ ഒരു കാഴ്ച തന്നെ കണ്ടു. ഇപ്പോൾ ജോസഫ് വാഴക്കിന് ഇപ്പോൾ സീറ്റില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അതൊക്കെ പ്രാദേശികമായി സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്നതിനപ്പുറത്തേക്കൊന്നും തന്നെ വലിയൊരു തലവേദനയായിട്ടൊന്നും തന്നെ കോൺഗ്രസിന് മാറുകയില്ല. ഇനി എന്തായാലും ഈ സീറ്റ് ഈ പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി ഹൈക്കമാൻഡ് എന്താണ് നേരത്തെ തീരുമാനിച്ചത് ആ പട്ടിക തന്നെയാണ്. അതിനകത്ത് ഒരു വെട്ടിത്തിരുത്തലുകളോ ഉണ്ടായിട്ടില്ല. ഇന്ന് പകൽ മുഴുവൻ ഈ രാത്രി വരെ നമ്മൾ കണ്ട സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെയും അടൂർ പ്രകാശ്, K സുധാകരൻ, ഈ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ ഉയർത്തി ഇവർ 3 പേരുമാണ് അവസാനം വരെയും. സുധാകരന്റെ പ്രതികരണം മാത്രമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം മെരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു അന്തിമ പട്ടിക പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കുമോ?
പൂർണ്ണമായും പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും പറയാനാവുകയില്ല. കാരണം ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടവരിൽ ഏറ്റവും എൽദോസ് കുന്നപ്പള്ളിയാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം എന്ത് രീതിയിൽ പ്രതികരിക്കും? അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ കോൺഗ്രസിൽ ഒരു ഇളക്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു വിമത സ്വരം ഉണ്ടാക്കി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്വതന്ത്ര നീക്കം വിമത നീക്കം ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്ന രണ്ട് നേതാക്കളാണ് കെ സുധാകരനും അടൂർ പ്രകാശും. അതിൽ കെ സുധാകരൻ അനുനയത്തിന് വഴങ്ങി കെ സുധാകരന് സീറ്റ് നിഷേധിക്കുന്നതോട് ഇനി ഒരൊറ്റ എംപിമാർ പോലും ഈ ഒരു ഘട്ടത്തിൽ പ്രതിഷേധവുമായി വരികയില്ല. അപ്പോൾ അവിടെ എംപിമാരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളൊക്കെ തന്നെ അതിജീവിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം. ഇനി ഉണ്ടാകുന്നത് സീറ്റുകൾ നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MLA-മാരിൽ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി അതല്ലെങ്കിൽ മറ്റു സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന നേതാക്കന്മാർ അവരിൽ നിന്ന് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷനായിരുന്നു. സീറ്റ് KSUവിന് ഒരൊറ്റ നേതാവിന് പോലും കൊടുത്തില്ല. വലിയ രീതിയിൽ വൈകാരികമായി പ്രതിഷേധിച്ചു. പിന്നീട് നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചതിനെ തുടർന്ന് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിലൂടെ താൻ പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു എതിർ സ്വരങ്ങളോ എതിർ വികാരങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെയും അത് വലിയ രീതിയിൽ സംസ്ഥാന ഘടകത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കെ സുധാകരന് മാത്രം സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ വലിയ രീതിയിലെ വിസ്ഫോടനങ്ങൾ സംസ്ഥാന നാളെ മുതൽ കോൺഗ്രസ് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ കോൺഗ്രസിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കെ സുധാകരൻ ഇനി കണ്ണൂരിൽ നാളെ എത്തിക്കഴിഞ്ഞാൽ കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് വിമാനത്താവളത്തിൽ കയറുന്നത് വരെയും അദ്ദേഹം പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു നിലപാടുമില്ല എന്ന് പറയുന്നു. പിന്നെ ഇനി കണ്ണൂരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കണ്ണൂർ രാഷ്ട്രീയം എത്തുമ്പോൾ അദ്ദേഹത്തിന് തീരുമാനത്തിൽ ഏതെങ്കിലും രീതിയിലൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ അവിടെയും അടയുകയാണ്. കാരണം പ്രാദേശിക വികാരം എന്ന് പറയുന്നത് കണ്ണൂർ DCC നിന്നൊക്കെ തന്നെ കെ സുധാകരൻ ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറല്ല എന്ന രീതിയിൽ DCC ഒക്കെ മുന്നിട്ട് വന്നിരിക്കുകയാണ്. വലിയൊരു പ്രതിഷേധം കെ സുധാകരന്റെ നിലപാടിനെതിരെയൊക്കെ തന്നെ ഈ 4 ദിവസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥി പട്ടികയെ പുറത്തുവിടാതിരിക്കാനുള്ള യഥാർത്ഥ കാരണമായി കെ സുധാകരൻ ആയിരുന്നു എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ കണ്ണൂരിൽ ഉടലെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയും സുധാകരൻ വന്ന് അവിടെ ഏതെങ്കിലും രീതിയിൽ ഇനി തീരുമാനത്തിലോ നിലപാടിലോ മാറ്റം വരുത്തിയാൽ പോലും അദ്ദേഹത്തിന് എത്രത്തോളം അനുയായി വൃന്ദം ഉണ്ടാകും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമല്ല ഏറ്റവും നിർണായകമായി കോൺഗ്രസിനെ നേരിടുന്ന ഈ വേളയിലൊക്കെ തന്നെയും എത്രത്തോളം അനുയായികൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു എതിർസ്വരമോ ഇനി ഉണ്ടാകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ നിന്ന് പൊട്ടിത്തെറികളും ഈ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നുള്ള സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതീക്ഷിച്ചിരുന്ന പല നേതാക്കന്മാരിൽ നിന്നൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ ഇനി കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് അവർ ഇന്ന് ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കാണുമ്പോഴും താൻ അവസാനം വരെ പ്രതീക്ഷിക്കുന്നു തന്റെ പേരുണ്ടാകുമെന്ന്. പക്ഷേ ഇല്ലെങ്കിൽ പോലും അവർ പാർട്ടിക്ക് വഴങ്ങി അല്ലെങ്കിൽ ഒരു എതിർസ്വരം ഒന്നും പ്രത്യക്ഷത്തിൽ ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വിമതരൊക്കെ ഉണ്ടായാൽ തന്നെ പ്രത്യക്ഷത്തിൽ വന്നാൽ മാത്രമേ പാർട്ടിക്ക് വലിയ രീതിയിൽ ഒരു എതിർസ്വരം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ പ്രത്യക്ഷത്തിൽ വരാതെയുള്ള നീക്കങ്ങളൊക്കെ തന്നെ അത് എല്ലാ കാലവും തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു അല്ലെങ്കിൽ വലിയ രീതിയിലൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസ് ഈ പ്രചാരണ കാലയളവിൽ നേരിടേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജ, ശരി അൻഫിൽട്ട്, എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് 2 പ്രവൃത്തി ദിനം മാത്രം ശേഷിക്കെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കണ്ണൂരിൽ TO മോഹനാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ. പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കില്ലെന്നും എന്നും പാർട്ടിക്ക് വിധേയനെന്നും കെ സുധാകരൻ. പാർട്ടി പറഞ്ഞാൽ മാത്രമേ മത്സരിക്കൂ എന്നും സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. തന്നെ പിന്തുണയ്ക്കുന്നവർ എല്ലായിടത്തുമുണ്ട്. അത് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്, വെല്ലുവിളിക്കാനല്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെ എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ കണ്ണൂർ കോൺഗ്രസിൽ ഇന്ന് അതിനാടകീയതയുടെ ദിനമായിരുന്നു. കെ സുധാകരന്റെ സീറ്റ് തർക്കം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. സുധാകരനെ പിന്തുണച്ച അണികളും എതിർത്ത നേതാക്കളും രംഗത്തെത്തിയതോടെ കണ്ണൂർ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ കലുഷിത ഭൂമിയായി. അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അപമാനിതനായി എന്ന തോന്നലാണ് സുധാകര പക്ഷത്തിനുണ്ടായത്. ഒടുവിലെ അനുനയ നീക്കം നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ ആശ്വാസമാവുകയാണ്. കെ സുധാകരന് സീറ്റില്ല, പകരം TO മോഹനൻ പട്ടികയിൽ ഇടം പിടിച്ചെന്ന വാർത്ത സുധാകര പക്ഷത്തെ ചൊടിപ്പിച്ചു. രാവിലെ 10 മണിയോടെ നിർണായക വാർത്താ സമ്മേളനം വിളിക്കാനൊരുങ്ങിയ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ
മുതിർന്ന നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു. അനിശ്ചിതത്വം നീണ്ട മണിക്കൂറിനുള്ളിൽ കെ സുധാകരന് സീറ്റ് നൽകുമെന്ന പ്രതീക്ഷ ഉരുത്തിരിഞ്ഞു. ഇതിനു പിന്നാലെ അണികൾ കണ്ണൂർ DCCക്ക് മുൻപിൽ പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദം മുഴക്കിയും ആഘോഷിച്ചു. കെ സുധാകരനെ മത്സരിപ്പിച്ചാൽ തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ നേതൃത്വം പിന്നെയും പിടിമുറുക്കി. മാത്രമല്ല, ഇതിനിടെ കണ്ണൂർ DCയിൽ ഒരു സുപ്രധാന നീക്കവുമുണ്ടായി. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളെ പിന്തുണയ്ക്കുമെന്ന് DCC നേതൃത്വം പ്രഖ്യാപിച്ചു. കണ്ണൂരിലെ ഭൂരിഭാഗം നേതാക്കളും കെ സുധാകരനെ മത്സരിപ്പിക്കേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു. ഇത് വലിയ വാക്പോരിനിടയാക്കി. മണിക്കൂറുകൾക്ക് ശേഷം കെ സുധാകരൻ നേതൃത്വത്തിന് പൂർണ്ണമായും കീഴടങ്ങി. കോൺഗ്രസ് പാർട്ടിക്ക് മുകളിലല്ല, പാർട്ടി തന്നെയാണ് എല്ലാം എന്ന നിലപാട് വ്യക്തമാക്കി. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. രാത്രി 12 മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയ അധികായനെ സ്വീകരിക്കാൻ അണികളും നേതാക്കളും തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുള്ള രാജിനീക്കത്തിൽ നിന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പിന്മാറി. സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്നും രാജി നൽകിയിട്ടില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചു. പുനലൂരിൽ UDF കലാപം ഉടലെടുത്തിരിക്കുകയാണ്. അവിടെ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി എത്തുന്നു. നെൽസൺ സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണ്ഡലം ഇത്തവണയും മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. നാളെ നെൽസൺ റോഡ് ഷോയോടെ പ്രചരണം ആരംഭിക്കും. ഇടതുപക്ഷത്തും ഇതിനിടെ സമവായങ്ങൾ നടക്കുകയാണ്. താനൂറിലെ ഇടത് സ്ഥാനാർത്ഥി മന്ത്രി V. അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അബ്ദുറഹ്മാൻ പ്രചരണത്തിന് വന്നില്ല. തുടർന്നാണ് അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ട പ്രകാരം തിരൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഒടുവിൽ UDF പിന്തുണ അംഗീകരിച്ചിരിക്കുകയാണ് G. സുധാകരൻ. മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന ശ്രമം വിഫലമാകുമെന്നാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കോൺഗ്രസ് പിന്തുണ ചരിത്രത്തിലെ രജതരേഖയായി സ്ഥാനം പിടിക്കുമെന്നും UDFന്റേത് ബുദ്ധിപൂർവമായ നിലപാടാണെന്നും പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരോട് അദ്ദേഹം നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത്. മുതിർന്ന നേതാക്കളും പ്രവർത്തകർക്കും ഒപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. EP ജയരാജൻ, MV ജയരാജൻ, N. ഷംസീർ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനും നാട്ടികയിൽ CPI വിട്ട CC മുകുന്ദനും ഉൾപ്പെടെ 39 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ RJD വിട്ടുവന്ന V. സുരേന്ദ്രൻപിള്ള തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് മാരാർജി ഭവനിൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് വിവരം. രണ്ടാം ഘട്ടത്തിൽ 39 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. മന്ത്രി വീണ ജോർജും കോൺഗ്രസിൽ അബിൻ വർക്കിയെയും പരിഗണിക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും വേദിയാവുക. കൊടുങ്ങല്ലൂരിൽ പരിഗണിച്ച B. ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. നാട്ടികയിൽ CPIയിൽ നിന്നുമെത്തിയ സിറ്റിംഗ് MLA CC മുകുന്ദനാണ് സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് K. രഞ്ജിത്തും, കുണ്ടറയിൽ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും, കൊല്ലത്ത് ഡോക്ടർ പ്രതാപും, തൃത്താലയിൽ V. ഉണ്ണികൃഷ്ണനും ജനവിധി തേടും. അതേസമയം കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ രണ്ടാം ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ ഒരു പിടി നേതാക്കൾ ഇന്നും NDAയുടെ ഭാഗമായി. എന്തു കസർത്ത് കാട്ടിയാലും LDFന് തുടർഭരണം കിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തുനിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിവാദ രാഷ്ട്രീയമല്ല, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2020 അപ്രതീക്ഷിതമായി അണിനിരത്തിയ താര സ്ഥാനാർത്ഥി പട്ടികയിൽ സിനിമാറ്റിക് ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയായ ലക്ഷ്മിപ്രിയയ്ക്ക് പിന്നാലെ 2020 ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച വീണ നായരുടെ പേരും വോട്ടർ പട്ടികയിലില്ല. ഇരു മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു.
പെരുമ്പാവൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടില്ല എന്നതിനാൽ മത്സരിക്കാൻ സാധിക്കില്ല എന്ന വിവരം പുറത്തുവന്ന ഞെട്ടൽ മാറുമുമ്പാണ് ഏറ്റുമാനൂർ സ്ഥാനാർത്ഥി വീണ നായരുടെ പേരും വോട്ടേഴ്സ് ലിസ്റ്റിലില്ല എന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ മുന്നേ വോട്ട് ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഞാൻ BJPക്ക് തന്നെ ഞാൻ പ്രശ്നകുമാരി ടീച്ചറിന് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ടീച്ചർ മത്സരിക്കാൻ നിന്ന സമയത്ത്. പിന്നെ അതിനുശേഷം ഞാൻ ദുബായിലായിരുന്നു. കൂടുതലും അവിടെ തന്നെയാണ്. 2021 നമ്മൾ നടക്കുന്ന സമയത്തും ഞാൻ കോവിഡ് കഴിഞ്ഞിട്ട് അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്ത എന്താ, ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ എനിക്ക് വോട്ടുണ്ട്. ഈ ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ഉള്ളത്. 15-ാം തീയതി കൊണ്ട് ഇതിൻ്റെ അപ്രൂവൽ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഞാൻ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നറിയുന്നത് 17-ാം തീയതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം ചങ്ങനാശ്ശേരി വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ പേര് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മുന്നേ വോട്ട് ചെയ്തതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേഗം തന്നെ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു. 23-ാം തീയതി നമുക്ക് സമയമുണ്ടെന്ന് പറയുന്നു. ഈ ECIയിൽ പോയി അതിൻ്റെ ECIയുടെ മറ്റേ എല്ലാം സക്സസ്ഫുള്ളി എല്ലാം സബ്മിറ്റഡ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു അനക്കമില്ല. പിന്നെ നമ്മളിങ്ങനെ വിളിക്കുന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പേരെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അങ്ങോട്ട് പോകും, നിങ്ങൾ ഇങ്ങോട്ട് പോകും. ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ അതിൻ്റെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടില്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പെരുമ്പാവൂരിൽ നിശ്ചയിച്ചിരുന്ന റോഡ് ഷോ അവസാന നിമിഷം മാറ്റിയിരുന്നു. കേന്ദ്രമന്ത്രി ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ വേദിയിലെത്തിയപ്പോഴാണ് ലക്ഷ്മിപ്രിയയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന വിവരം അറിയുന്നത്. തുടർന്ന് ആ ചടങ്ങ് ഉപേക്ഷിച്ചു. പിന്നീട് GB പാത്തിക്കലിനെ പെരുമ്പാവൂരിലെ NDA സ്ഥാനാർത്ഥിയായി 2020 പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റും യാക്കോബായ യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ സെക്രട്ടറി തുടങ്ങിയ നിലയിലും GB പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വീണ നായരും അയോഗ്യയായതോടെ പകരം കലാകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആതിര D. നായരെ ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥിയായി 2020 പ്രഖ്യാപിച്ചു. BJP പ്രതീക്ഷ വെക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഉൾപ്പെടെ ചലച്ചിത്ര താരങ്ങൾക്ക് 2020 സീറ്റ് നൽകിയത് BJP പ്രവർത്തകരെ ഞെട്ടിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. എന്തായാലും അല്പം മുമ്പ് കോൺഗ്രസ് പുറത്തുവിട്ട പട്ടികയിൽ എൽദോസ് കുന്നപ്പള്ളി തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. പട്ടികയിൽ നിരാശ എന്നാണ് എൽദോസ് പ്രതികരിച്ചിരിക്കുന്നത്. താൻ പാർട്ടിയെ സ്നേഹിക്കുന്നു, പാർട്ടിയെയും നേതാക്കളെയും ഈ ഘട്ടത്തിൽ തള്ളി പറയുന്നില്ല. പക്ഷേ ഭാവി പരിപാടികൾ എന്തു വേണമെന്ന് കൂടെ നിൽക്കുന്നവരുമായി ആലോചിച്ച് തീരുമാനിക്കും. സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മറ്റാരേക്കാളും വിജയസാധ്യത തനിക്കായിരുന്നു കൂടുതൽ. ഒരു പന്തിയിൽ 2 വിളമ്പ് പാടില്ല എന്ന AK ആന്റണിയുടെ നിർദ്ദേശം അവഗണിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായി ശ്രീരാമയന്ത്ര പ്രതിഷ്ഠ നടന്നു. ചൈത്ര നവരാത്രിയുടെ പുണ്യദിനത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിച്ചത്. അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. കാശിയിലെ ആചാര്യൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ധർമ്മസ്ഥല ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന RSS നേതാവ് സുരേഷ് ബയ്യാജി ജോഷി എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാമയന്ത്രത്തിനു മുൻപിൽ ആരതിയും പൂജയും നടത്തി. പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ക്ഷേത്രത്തിലെ 1ാം നിലയിലെ രാം ദർബാറിലും ഗർഭഗൃഹത്തിൽ രാംലല്ലയ്ക്ക് മുൻപിലും ആരതിയിലും പൂജയിലും പങ്കെടുത്തു. രാമരക്ഷായന്ത്രം കേവലം ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും ചടങ്ങുകൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിരുന്നു. മഹത്തായ ഭാരത സംസ്കാരത്തിന്റെ ഒളിമങ്ങാത്ത ഋഷീശ്വരന്മാരുടെയും പൂർണ്ണതയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ ധർമ്മത്തിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ സ്വഭാവചിത മൂർത്തിയാണ്. ലോകജീവിതത്തിൽ പുലർത്തേണ്ട കുലമഹിമയുടെയും മര്യാദയുടെയും
അതുല്യമായ മാതൃകയാണ് അവിടുന്ന്. വിധി അതുപോലെ തന്നെ സ്വീകരിക്കലെ രാമനും കൃഷ്ണനും ചെയ്ത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ധർമ്മം അനുസരിച്ച് പ്രയത്നിച്ച് പുരുഷപ്രയത്നത്തിന്റെ മഹത്വം അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി പൂജ നടത്തിയത്. പിന്നീട് 2024 പ്രാണപ്രതിഷ്ഠയിലും ധർമ്മധ്വജാരോഹണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷേത്രം പൂർണ്ണതയിലെത്തുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തന്മാർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമിയിൽ രാമരക്ഷ യന്ത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചൈത്ര നവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിൽ അമ്മയുൾപ്പെടെയുള്ള ആത്മീയ നേതൃനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയോധ്യയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ആധുനിക ലോകത്ത് ഭാരതം രാമരാജദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അയോധ്യയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സനാതനധർമ്മത്തിന്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാജ്യമാണ് പ്രധാനം എന്നാണ് ആശ്രമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന ദർശനമാണ് ശ്രീരാമൻ നൽകിയതെന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിലെ രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിൻ്റെ രേഖാചിത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ മുതൽ രാമയന്ത്ര പ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ ഇതിഹാസമാണെന്നും ആധുനിക ലോകത്ത് ഭാരതം രാമരാജ്യ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. स्वयं प्रभु श्री राम ने अपनी इस जन्मभूमि को स्वर्ग से भी श्रेष्ठ बताया था. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ചടങ്ങിൽ സംസാരിക്കാൻ എഴുന്നേറ്റ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ജയ് ശ്രീറാം വിളികളോടെയാണ് സദസ്സ് വരവേറ്റത്. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാജ്യമാണ് പ്രധാനമെന്ന് ആശ്രമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതായും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറയുടെ മനസ്സിലും വളർത്തിയെടുക്കണമെന്നും അമ്മ പറഞ്ഞു. സനാതനധർമ്മത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും അശകരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. പുതുതലമുറയെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് പുതിയ ഭാരതമാണെന്നും രാമരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അയോധ്യ ക്ഷേത്രമെന്നും വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ വിശ്വാസങ്ങളെ നേരത്തെ അന്ധവിശ്വാസങ്ങളായി ആരോപിച്ച് അപമാനിച്ചിരുന്നു. നീണ്ട 500 വർഷത്തെ പോരാട്ടം സഫലമായെന്നും ഇന്ന് ഭാരതീയ സംസ്കൃതി തലയുയർത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. बहनों और भाइयों, ये नया भारत है और ये बदलता हुआ भारत भी है. अब वर्तमान पीढ़ी जिसके बारे में लोग कहते थे कि ये दिग्भ्रमित है, लेकिन वो दिग्भ्रमित नहीं है, वो सही दिशा में जा रहा है. नया वर्ष मनाता है तो मंदिरों में जाता है, किसी ऐसे टूरिस्ट डेस्टिनेशन में नहीं जाता जहां पर सनातनता के विरोध में कोई कार्य हो रहा हो. आज वो जाता है तो मंदिरों में जाता है, परिवार के साथ जाता है, और यही उसके संस्कार हैं. यहां पर अभी पूजनीय अम्मा जी ने जो बात यहां पर कही है वह अक्सरशः आज नए भारत में देखने को मिल रही है. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സുരേഷ് ഭയ്യാജി ജോഷി, സ്വാമി ഗോവിന്ദ ദേവ്ഗിരി മഹാരാജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളും അമ്മയ്ക്കൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ഭക്തരും സന്യാസി ശ്രേഷ്ഠരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, അയോധ്യ.